മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്തൊരു ചോദ്യം അല്ലേ? നമുക്ക് അതുകൊണ്ട് സെൽഫി ഫോട്ടോ എടുക്കാൻ സാധിക്കും, വീഡിയോ എടുക്കാൻ സാധിക്കും. എന്നാൽ അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. പല കാര്യങ്ങളും നമ്മൾ സ്പീഡായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് താഴെ എഗ്രി എന്ന ഭാഗമുണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ കാണാം. ഇവിടെ അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഓഫ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അലോ പെർമിഷൻ കൊടുക്കുക. ഇപ്പോൾ അത് ഓണിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷനിൽ മുകളിൽ അത് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സിംഗിൾ ടച്ച് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് സിംഗിൾ ടച്ചിൽ എന്താണ് വേണ്ടത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം ലോങ് ടച്ച് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ലോങ് ടച്ചിൽ നിങ്ങൾക്ക് എന്താണ് ഓപ്പൺ ആയി വരേണ്ടത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഇവിടെ ഓപ്പൺ ക്യാമറ എന്നാണ്. ഓക്കെ, ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ക്ലിക്ക് എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ആപ്ലിക്കേഷനൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് താഴേക്ക് വന്നിട്ട് ഇവിടെ ഓപ്പൺ സെലക്ട് ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്താലോ. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് വാട്സാപ്പാണ്. ഓക്കെ, വാട്സാപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാട്സാപ്പ് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് അടുത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഇവിടെ ഡബിൾ ക്ലിക്കിൻ്റെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്വൈപ്പ് ലെഫ്റ്റ് എന്ന ഭാഗമുണ്ട്, അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ QR കോഡ് റീഡർ എന്ന ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്വൈപ്പ് റൈറ്റ്, ഓക്കെ, അത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ ടേൺ സ്ക്രീൻ ഓഫ്, ഓക്കെ, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കണമല്ലോ. ഓക്കെ, ഇതൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ സെറ്റിങ്സിൻ്റെ ആ ഒരു ഗിയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഇവിടെ വൈബ്രേറ്റ്, ഓൺ, ടച്ച് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ബാക്ക് വന്നിട്ട് ഇവിടെ ആ ഒരു ക്യാമറ ഇവിടെ ടച്ച് ചെയ്യാണ്. ഓക്കെ, സിംഗിൾ ടച്ച് ചെയ്തു, ഇതാ ഇവിടെ സ്ക്രീൻഷോട്ടായി, കണ്ടോ, എത്ര എളുപ്പമാണല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്താലോ. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ സെറ്റ് ചെയ്ത വാട്സാപ്പ് ഓപ്പൺ ആയി. ഏത് ആപ്ലിക്കേഷനാണ് സെറ്റ് ചെയ്തത് അത് ഓപ്പൺ ആകും. ഓക്കെ, ഇനി നമുക്ക് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്, കണ്ടോ, ഇവിടെ ക്യാമറ ഓൺ ആയി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ സ്വൈപ്പ് റൈറ്റ്, ഇതാ കണ്ടോ സ്ക്രീൻ ഓഫായി. ഓക്കെ, ഇനി സ്വൈപ്പ് ലെഫ്റ്റ് നമുക്കൊന്ന് നോക്കാം. സ്വൈപ്പ് ലെഫ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ QR കോഡ് സ്കാനർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് സെൽഫി എടുക്കൽ മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി പല കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൊബൈലിൻ്റെ ക്യാമറയിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.